നമസ്കാരം, എല്ലാവർക്കും ക്യാപിസ്ഫയിലേക്ക് സ്വാഗതം. ഞാൻ തോമസ്. അടുക്കള വേസ്റ്റ് വെജ് ആയാലും നോൺ ആയാലും അത് ചെടിച്ചട്ടിയിൽ നേരെ ഇട്ട് കമ്പോസ്റ്റ് വളമാക്കി അതിലേക്ക് നേരിട്ട് ചെടികൾ അല്ലെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ നടുന്ന കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ നടുന്നത് ഇതേമാനത്തെ 12 ഇഞ്ച് കുറയാത്ത ചട്ടിയായിരിക്കണം. ഇത് 14 ഇഞ്ചാണ്. അപ്പോൾ ആ വലിപ്പമുള്ള ചട്ടിയാണെങ്കിൽ നമുക്ക് 2 മാസത്തെ വേസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിലേക്ക് ഇട്ടുകൊണ്ടിരുന്നാലും ഇവിടം വരെ ഒന്ന് നിറയുള്ളൂ. കാരണം ഓരോ ദിവസം ഇട്ടുന്നതനുസരിച്ച് താഴ്ന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഗാപ്പിസ്ഫേഡിൽ ഞങ്ങൾ ഈ രീതിയിൽ പ്ലാന്റ് നട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് സപ്പോട്ട, ബനാന സപ്പോട്ടയാണ്. നിറയെ പൂത്തിട്ടുണ്ട്. 1 വർഷം മുമ്പ് ഞങ്ങൾ ഈ രീതിയിൽ കമ്പോസ്റ്റ് ചെടിച്ചട്ടിയിലാക്കി പ്ലാന്റ് ചെയ്തതാണ്. അതിൽ വെജ് നോൺ എല്ലാം ഇട്ടതിന് ശേഷം പ്ലാന്റ് ചെയ്തതാണ്. ഇപ്പോൾ നിറഞ്ഞു പൂത്തിട്ടുണ്ട്. അതുപോലെ ഇത് ഗോൾഡൻ കാസ്കേഡ് അത് ചട്ടിയിലാക്കി വലിയ ചട്ടിയിൽ ഇതേമാതിരി കമ്പോസ്റ്റ് ചെയ്തിട്ട് നട്ടതാണ്. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് പ്രൊപ്പഗേഷന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ തിക്കാകാത്തത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് 2 മാസം മുമ്പ് ഫില്ലായ ഒരു കമ്പോസ്റ്റ് ചട്ടിയാണ്. ഇതേമാതിരി അടുക്കള വേസ്റ്റ് കംപ്ലീറ്റ് ഒക്കെ ഇട്ട് ഇപ്പോൾ താന്നതാണ്. ഇപ്പോൾ ഇതിലേക്കാണ് നമ്മളൊരു മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈ നടുന്നത് കാണിച്ചു തരാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഇതൊക്കെ നേരത്തെ നട്ടതാണ്. ഇത് ഈ രീതിയിൽ കമ്പോസ്റ്റ് അടുക്കള വേസ്റ്റ് ചെടിച്ചട്ടിയിൽ കമ്പോസ്റ്റ് ആക്കി നട്ട് ബൊഹീനിയ, പിന്നെ പെട്രിയ, പിന്നെ ഇത് ലാങ്ങിയാണത് ആ പ്ലാന്റ്. പെർഫ്യൂം പ്ലാന്റ്, നല്ല സ്മെല്ലാണ്. വൈകിട്ടൊക്കെ അതിൻ്റെ ഒരു പൂ വിരിഞ്ഞാൽ മതി, ഇവിടെയൊക്കെ നല്ല സ്മെല്ലായിരിക്കും. പെർഫ്യൂം പ്ലാന്റ് ലാങ്ങി. അപ്പം ഇത്രയും ഇതാണ് ഇങ്ങനെ ഈ രീതിയിൽ നട്ട് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണിത് നോക്കാം. ആദ്യം നല്ല രീതിയിൽ ഹോൾ ഇടുക. ചട്ടിയിൽ ഹോളിട്ടതിന് ശേഷം ആദ്യം ഒരു ലെയർ മണ്ണിടുക. പച്ചമണ്ണ് ഇടണം. പച്ചമണ്ണിൽ നല്ല ഇതൊക്കെ ഇടുന്ന ബാക്ടീരിയ ഉണ്ടാവും. പെട്ടെന്ന് ദഹിപ്പിക്കുന്ന ബാക്ടീരിയ പച്ചമണ്ണിൽ ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും വേസ്റ്റ് ചെടിച്ചട്ടിയില ഇതെടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കുക എന്തെങ്കിലും ചെയ്യുക. 1 ഇഞ്ച് എല്ലാ ഭാഗത്തിലും ആവുന്ന രീതിയിൽ മണ്ണിടുക. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിലേക്ക് വരുന്നത് ഇപ്പോൾ ഇന്നത്തെ വേസ്റ്റാണ്. ഇന്നത്തെ ഇത് കംപ്ലീറ്റ് പച്ചക്കറികളൊക്കെയാണ് കേട്ടോ. പച്ചക്കറികളുണ്ട്. പിന്നെ ഈ ക്യാബേജിൻ്റെ ഇലയൊക്കെ ഇതേമാതിരി ചെറുതായിട്ട് കീറി ഇടണം. ഉള്ളിത്തൊണ്ട് ഇടാം. അതുപോലെ മുട്ടത്തണ്ടൊക്കെ ഇതേമാതിരി ഒന്ന് ഞെരിച്ചിടുക. അതിന് മീതെ നോണായിട്ടുള്ളതൊക്കെ ഇടുക. ഇപ്പോൾ മത്തി ചാളത്തലയാണ് ഇട്ടേക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ ഒന്ന് വയ്ക്കുക. പിന്നീട് അതിൻ്റെ മീതെ നമ്മൾ എന്തായാലും ചെടി നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് മണ്ണ് വേണം. ഇതിൽ മണ്ണിടുക. കാരണം മണ്ണിടുമ്പോഴാണ് പെട്ടെന്ന് ഇതെല്ലാം ദ്രവിച്ചു പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് ദ്രവിക്കുമ്പോൾ അതിൽ വേറെ പുഴുക്കളൊന്നും അധികം ഉണ്ടാവില്ല. കുറച്ചുണ്ടാവും, എന്നാലും മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടാവില്ല. ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഔട്ട്ഡോറായിട്ടാണ് വെക്കുന്നത്. വെയിലും കൊള്ളാം, മഴയും കൊള്ളാം. അടുപ്പിച്ച് എല്ലാ ദിവസവും മഴയാണെങ്കിൽ മഴ അധികം കൊള്ളാത്ത രീതിയിൽ ഒന്ന് സൈഡിലേക്ക് എവിടെയെങ്കിലും മാറ്റി വെക്കണം. ചെറിയ മഴകൾ 1-2 ഉള്ള മഴ കൊണ്ടാൽ അതൊരു കുഴപ്പമില്ല. വെയിൽ കൊള്ളണം. പിന്നെ ഇതിൽ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇന്നത്തെ ഇട്ടു, നാളെ ഇടാൻ പറ്റുന്ന അങ്ങനെ എല്ലാ ദിവസവും ഇടുക. നോണുള്ള ഇപ്പോൾ ആണെങ്കിൽ കുറച്ച് കുമ്മായം ഇടുക. ഇത്രയും മതിയാവും. ഈ കുമ്മായം ഇടുമ്പോൾ പെട്ടെന്ന് ദ്രവിക്കുകയും ചെയ്യും. പിന്നെ
ഈ പുഴുക്കൾ അധികം ഉണ്ടാവില്ല, കുറച്ചുണ്ടാവും. കുറച്ച് ഇതിൽ വേണം, എന്നാലേ പെട്ടെന്ന് അത് കമ്പോസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഇപ്പം മാത്രമല്ല ഈ മണ്ണിനും പിന്നെ നമ്മൾ ഇട്ട സാധനങ്ങൾക്കൊക്കെ അമ്ലത്വം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അമ്ലത്വം ന്യൂട്രലൈസ് ചെയ്ത് പോകണമെങ്കിൽ കുറച്ച് കുമ്മായം ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇട്ടാൽ മതി കുമ്മായം, ഈ രീതിയിൽ ഇട്ടാൽ മതി. എല്ലാ ദിവസവും കുമ്മായം ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു 5 ദിവസമൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ്, 5 ദിവസമൊക്കെ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴാണ് ഇത് പുഴുക്കൾ ആകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ കുറച്ച് കരിയില ഒരാഴ്ചക്ക് ശേഷം കുറച്ച് കരിയില മുകളിൽ ഇടണം. കരിയിലയും പൊടിയുമ്പോൾ നല്ല വളമാണ്. ഈ കരിയില മുകളിൽ കിടക്കുമ്പോൾ ഈ പുഴുക്കൾ മുകളിലോട്ടൊന്നും വരില്ല. വേണ്ട, ഒരു ലെയർ കരിയില ഇടുക, അത് ഒരാഴ്ചയിൽ ഇട്ടാൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ മീതെ വീണ്ടും ഒരാഴ്ച കംപ്ലീറ്റ് ഓരോ ദിവസം പറഞ്ഞ വേസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുക, കുറച്ച് മണ്ണ് ഇടുക, ആഴ്ചയിൽ ഒരിക്കൽ ഇത്തിരി കുമ്മായം ഇടുക. അങ്ങനെ ഈ ലെവലാകുമ്പോൾ നമ്മൾ നിർത്തുക. ഈ ലെവലാകുമ്പോൾ നിർത്തി കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അത് താഴ്ന്ന് ഈ ഒരു നിലയിലോട്ടാവും. അതുകൊണ്ടോ ആ നിലയിലോട്ടാവും. ഇനി അതിലെങ്ങനെയാണ് പ്ലാന്റ് കടണമെന്നുള്ളത് നോക്കാം. ഇത് കണ്ടോ, ഇത് ഒരു മാസം മുമ്പ് കമ്പോസ്റ്റ് അതിന് ശേഷം ഒരു മാസം പിന്നെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഒരു 2 മാസത്തെ അടുക്കള വേസ്റ്റാണ് ഇതിൽ കാണുന്നത്. ഇതിപ്പോൾ ഈ ലെവൽ വരെ ആയിട്ടുണ്ടായിരുന്നു, പിന്നെ അത് താന്ന് ഇടുക. അപ്പോൾ ഇതിൽ വെജുണ്ട്, നോണുണ്ട്, കരിയിലുണ്ട്, മണ്ണിട്ട് കുറച്ച് ഇട്ടിട്ടുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ ഈ പറഞ്ഞ അളവിൽ 1 സ്പൂൺ കുമ്മായവും ബതറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചെടികൾ എങ്ങനെയാണ് നടണമെന്ന് നോക്കാം. അതിക്ക് മുമ്പ് ആദ്യം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഇളക്കണം, കാരണം അടിയിലൊക്കെ ചിലപ്പോൾ കട്ട പിടിച്ച് കിടപ്പുണ്ടാവും. മൊത്തം ഒന്ന് ഇളക്കുക, സൈഡെല്ലാം ഇളക്കുക. അതിനുശേഷം അതിൽ ഒരു ലെയർ മണ്ണിടുക, പച്ചമണ്ണ് തന്നെ ഇടുക. ഈ ചെള്ളി മണ്ണ്, കട്ട പിടിക്കണ മണ്ണ് ഇടരുത്. അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ ഈ ഡ്രെയിനേജ്, അതിൻ്റെ സ്ലറി താഴേക്ക് വാർന്ന് പോകണം. വെള്ളം ചെറിയ മഴയൊക്കെ കൊള്ളുമ്പോൾ ആ വെള്ളം വാർന്ന് അപ്പോൾ പോകണം. അതല്ലെങ്കിൽ ചെറിയ സ്മെല്ലുണ്ടാവും. ഇനിയിപ്പോൾ ഇതിലേക്കൊരു ഫ്രൂട്ട്സ് പ്ലാന്റ്, മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ തൈയാണ്. മിറാക്കിൾ ഫ്രൂട്ടിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ നേരത്തെ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്ലാന്റാണ് ഇത്, മെഡിസിനൽ പ്ലാന്റാണ്. ഇതിപ്പോൾ അടുത്ത് തന്നെ പൂക്കാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നടാനായിട്ട് നേരെ നടുക. നേരെ നട്ടതിന് ശേഷം ഇപ്പോൾ ഈ ചട്ടിയുടെ വെയിറ്റ് കുറക്കാൻ വേണ്ടി കുറച്ച് കരിയില സൈഡിലൊക്കെ ഇടുക. അധികം ഇടണ്ട, കാരണം നേരത്തെ നമ്മൾ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ടാവും. എന്നിട്ട് അതിലേക്ക് മണ്ണിട്ട് ഫില്ല് ചെയ്യുക. ഈ സൈഡിലെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്ലാന്റുകൾക്ക് പെട്ടെന്നായിരിക്കും ഗ്രോത്ത് വരുന്നത്, അതുപോലെ നന്നായിട്ട് ഫ്രൂട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. ഇതിൽ നല്ല രീതിയിൽ ഫ്രൂട്ട്സ് ഉണ്ടായതിനു ശേഷം ഇതിൻ്റെ ഒരു വീഡിയോ വീണ്ടും ചെയ്യുന്നതാണ്. പ്ലാന്റ് നട്ടു കഴിഞ്ഞു, ഇനി സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അടുക്കളയിലെ വേസ്റ്റ് കംപ്ലീറ്റ്, അത് വെജായാലും നോണായാലും ദുർഗന്ധമൊട്ടും ഇല്ലാണ്ട് തന്നെ ഈ ചെടിച്ചട്ടിയിൽ കമ്പോസ്റ്റ് വളമാക്കുകയും ചെയ്യാം. നമുക്ക് അത് ഗുണപരമായ രീതിയിലേക്ക് മാറ്റുകയും ചെയ്യാം. ഏതെങ്കിലും ചെടി നടുകയും ചെയ്യാം. ചെടികൾ നടുമ്പോൾ ഇത്തിരി ഹാർഡായിട്ടുള്ള ചെടികളാണ് നടേണ്ടത്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുമ്മായിട്ടതിന് ശേഷം ഒരു മാസമെങ്കിലും, അതായത് നമ്മൾ നിർത്തിയതിന് ശേഷം പിന്നെ അതിൽ വേറെ കുമ്മായം ഇടരുത്. കാരണം കുമ്മായം ഇട്ട് കഴിയുമ്പോൾ 5 ദിവസമൊക്കെ സാധാരണ
അതിൽ നല്ല ചൂടുണ്ടാവും. ആ ചൂട് കഴിഞ്ഞ് പിന്നെ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ ഇതൊക്കെ ഒന്നും കൂടി സെറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, നന്നായിട്ട് പൊടിയുകയും ചെയ്യും. ആ പൊടിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ പ്ലാന്റ് നടുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.